ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അവർ ജനാധിപത്യം സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയിരിക്കുന്നു. ഭരണഘടന സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയിരിക്കുന്നു. പാർലമെന്റിലെ ഇരുസഭകളിലും വോട്ട് ചോരി ഉയർത്തിയ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് നിശ്ചയിച്ച വലിയ റാലി പാതി വഴിയിൽ പോലീസ് തടയുകയായിരുന്നു. 300 എംപിമാരാണ് തെരുവിലിറങ്ങിയത്. അതിൽ മുന്നണിയിൽ നിന്ന് പുറത്തു ചാടുമെന്ന് കരുതിയ തൃണമൂൽ കോൺഗ്രസും മുന്നണിയിൽ നിന്നും നേരത്തെ ഇറങ്ങിയ ആം ആദ്മി പാർട്ടിയുമുണ്ട്. രാഹുൽ വിളിച്ച യോഗത്തിൽ പിൻബെഞ്ചിലിരുത്തിയെന്ന് BJP പരിഹസിച്ച ശിവസേന ഉദ്ധവ് വിഭാഗം എംപിയും ഉണ്ടായിരുന്നു. TMCയുടെ തീപ്പൊരികളായ മഹുവ മൊയ്ത്രയും മിതാലി ബാഗും തമിഴ്നാട്ടിലുള്ള കോൺഗ്രസ് MP ജ്യോതിമണിയും ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയാണ് മോദി ചോർഹയെന്ന് വിളിച്ചു പറഞ്ഞത്. നിർവാചൻ സദനിൽ കമ്മീഷൻ നിശ്ചയിച്ച 30 എംപിമാർക്കുള്ള അനുമതി തള്ളി പ്രതിപക്ഷം കൂടിക്കാഴ്ച തന്നെ വേണ്ടെന്ന് വെച്ചു. അറസ്റ്റ് വരിച്ച എംപിമാർ പുറത്തിറങ്ങി വീണ്ടും പാർലമെന്റിലേക്ക് നീങ്ങി. രാത്രി ഖാർഗെയുടെ വിരുന്നാണ്. നാളെയുമുണ്ട് പ്രതിഷേധം. അതിനിടയ്ക്ക് നേതൃത്വം കഠിന പ്രയത്നത്തിലൂടെ പുറത്തുവിട്ട സത്യത്തിനുമേൽ കരിവാരിത്തേക്കാൻ കർണാടക കോൺഗ്രസിൽ നിന്ന് തന്നെ ശ്രമമുണ്ടായിരിക്കുന്നു. കർണാടക സഹകരണ മന്ത്രി രാജണ്ണയുടെ സഹകരണം എങ്ങോട്ടാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾക്കകം രാജി എഴുതി വാങ്ങി ഹൈക്കമാൻഡ്. രാഷ്ട്രീയമല്ല, ഭരണഘടന വീണ്ടെടുക്കാനുള്ള സമരമാണിതെന്ന് ജനം തിരിച്ചറിയുന്നു. പോരാട്ടം തെരുവിലേക്കോ എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ CPI നിന്നും, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗിൽ നിന്നും, കേണൽ S ഡിൻ BJP നിന്നും, ദാമോദർ പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഇത്രയും പേരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ VS സുനിൽകുമാർ, തൃശൂർ ഒരു വിഷയമാണ്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് ദേശീയ തലത്തിൽ നടന്ന വലിയ പ്രക്ഷോഭം, ആ പ്രക്ഷോഭം പാതി വഴിയിൽ പോലീസ് തടഞ്ഞത് കണ്ടു. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് എത്രത്തോളം ശ്രമകരമാണ് ഈ പ്രതിഷേധം എന്നതിൻ്റെ സൂചനകൾ കർണാടകയിൽ നിന്ന് തന്നെ വരികയാണ്. ഒരു മന്ത്രി അവിടെ നിന്നും, സഹകരണ മന്ത്രിയാണ്, നമ്മുടെ കാലത്ത് തന്നെ നടന്നതല്ലേ ഇതൊക്കെ എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ ശ്രമം, 6 മാസത്തെ ശ്രമഫലമായി ഈ സത്യം പുറത്തേക്ക് വിടാൻ നേതാക്കൾ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് അകത്തുനിന്നു തന്നെയുള്ള ഇത്തരം കുതികാൽ വെട്ടുകൾ ഈ പ്രക്ഷോഭത്തെ മുന്നോട്ട് പോകുന്നതിൽ തടസ്സമാകുമോ? ഈ തരത്തിലുള്ള ഇനിയും വരാമല്ലോ ഈ തരത്തിലുള്ള ശ്രമങ്ങൾ എന്നുള്ള സംശയം ഉയർത്തുന്നില്ലേ? ഈ ഏതു തരത്തിലുള്ള വിപ്ലവമാണെങ്കിലും മാറ്റങ്ങളാണെങ്കിലും അകത്തു നിന്നുള്ള ശത്രുക്കളെയും നമ്മൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. അപ്പോൾ അതൊന്നും നമ്മൾ ഈ ഒരു വലിയ പ്രക്ഷോഭത്തിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സത്യങ്ങളാണ്, അത് ആരോപണങ്ങളല്ല. അത് എന്തിനെ പറ്റിയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ അത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്ന ഗവൺമെൻറ്റിനെതിരാണ്. ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനത്തിൽ മാറ്റം വരുത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി ആഭ്യന്തരമന്ത്രിയെ ആ പദവിയിലേക്ക് വെച്ചതോടുകൂടി തന്നെ വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇലക്ഷൻ കമ്മീഷനെ മാറ്റാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതും കൂടി കണ്ടിട്ട് വേണം നിങ്ങളിതെല്ലാം സംസാരിക്കാൻ വേണ്ടി. നമ്മുടെ രാജ്യത്തിന് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, മാനിപ്പുലേറ്റഡ് ആയ രീതിയിലേക്ക് മാറ്റുകയാണ്. മാച്ച് ഫിക്സിംഗ് എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും. ഒരു ഉദാഹരണം സ്മൃതി ഞാൻ പറയാം. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ 65 ലക്ഷം വോട്ടർമാരെ പുറത്താക്കി എന്നാണ് പറയുന്നത്. എന്താണ് കാരണം? അവരുടെ ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ച കാര്യമാണ്. അവിടെ നിങ്ങൾ വോട്ട് ചേർക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വോട്ടർ ID അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ റേഷൻ കാർഡ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അവിടെ വോട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റോ മെട്രിക്കുലേഷൻ പാസ്സായതോ ജയിച്ചതോ ആയ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള അതിസങ്കീർണമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്ന് അവിടുത്തെ വളരെ പാവപ്പെട്ട മനുഷ്യരോട് ആവശ്യപ്പെടുകയും അങ്ങനെ 65 ലക്ഷം വോട്ടർമാരെ പുറത്താക്കുകയും ചെയ്ത അതേ സമയത്ത് മഹാരാഷ്ട്രയിൽ 1 കോടി വോട്ടർമാരെ അകത്താക്കി. ഇപ്പോൾ കേരളത്തിൽ എന്താണ് ചെയ്യുന്നത്? 2024 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ടർ ID കിട്ടണമെങ്കിൽ, വോട്ടർ ആവണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോസ്റ്റ് കാർഡ് ഉണ്ടെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് വോട്ടറാകാം. BJPയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി നിങ്ങൾ മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് കഴിയുന്നത് പോലെ BJPയുടെ വോട്ടർമാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരാളുടെ പേരിൽ, വീടിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു പോസ്റ്റ് കാർഡ് കിട്ടിയാൽ നിങ്ങൾക്ക് വോട്ട് കൊടുക്കാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയാണ്. അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ ഇറക്കിയിരിക്കുന്ന സർക്കിൾ പറയാണ്, നിങ്ങൾ തെരുവിൽ ഉറങ്ങുന്ന ആളാണോ,
നിങ്ങൾ തെരുവിൽ കിടന്നുറങ്ങുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വോട്ട് കിട്ടും. എങ്ങനെയാണ്? നിങ്ങൾ ഏത് തെരുവിൽ എവിടെയാണ് കിടന്നുറങ്ങുന്നത് എന്ന കാര്യം 2 ദിവസം രാത്രികളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ പോയി പരിശോധിച്ച് 2 ദിവസവും തുടർച്ചയായി തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലെ തിണ്ണയിൽ കിടന്നുറങ്ങുന്നു ഒരാൾ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ആ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്ന ആൾക്കും വോട്ട് കൊടുക്കാം എന്ന് പറയുന്ന അതേ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ബീഹാറിൽ പറയുകയാണ് നിങ്ങളുടെ ആധാർ കാർഡ് പറ്റില്ല, നിങ്ങളുടെ റേഷൻ കാർഡ് പറ്റില്ല, നിങ്ങളുടെ ഇലക്ഷൻ ID കാർഡിന് അതും പറ്റില്ല, പിന്നെന്ത് വേണം? ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയമായി BJPക്ക് വേണ്ടി ഇരട്ടത്താപ്പ് നടത്തി BJPയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായി ഇലക്ഷൻ കമ്മീഷൻ മാറുന്നു എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ മരണമണി മുഴങ്ങുന്നു എന്ന സൂചനയാണ്. അതാണ് തൃശ്ശൂരുണ്ടായത്. ഇവിടെ ഫോറം 6 പ്രകാരം നമ്മുടെ നിയമപ്രകാരം എന്തിനാണ് ഈ ഇലക്ഷന് വേണ്ടി നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തിനാണ് പാർലമെന്റിന് അതിർത്തി നിശ്ചയിക്കുന്നത്? എന്തിനാണ് പാർലമെന്റിലെ അതിർത്തി എന്ന് പറഞ്ഞാൽ? തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അതിർത്തി പറയുമ്പോൾ ആ പാർലമെന്റ് മണ്ഡലത്തിലെ അതിർത്തിയിലകത്തുള്ള വോട്ടർമാരാണ് അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ അവകാശം. അല്ലാതെ ആലത്തൂർ മണ്ഡലത്തിലെ ഒരു വോട്ടർ തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ട അല്ല വോട്ട് ചെയ്യേണ്ട ആളല്ല. ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടറല്ല തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ട ആളുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷൻ റെപ്രസെൻറ്റേഷൻ നിയമമൊക്കെ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഓർഡിനറി റെസിഡൻസി ആരാണ്? ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന നിയമം ഉണ്ടായിരിക്കുമ്പോഴാണ് അതിർത്തികളൊന്നും ബാധകമല്ലാതെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യാം. ഇവിടെ എന്താണ് തൃശ്ശൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്തായിരുന്നു? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പൂങ്കുന്നത്താണെങ്കിലും പാട്ടിരാക്കലാണെങ്കിലും കിഴക്കേക്കോട്ടയിലാണെങ്കിലും പല ബൂത്തുകളിൽ BJPയുടെ കേഡർമാർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ലിസ്റ്റ് ചെയ്തുണ്ടാക്കി അവരുടെ എല്ലാം പേരുകൾ ഓരോരോ ഫ്ലാറ്റുകളിൽ കള്ളപ്പേരുണ്ടാക്കി അവരുടെ എല്ലാം പേരുകളിൽ പോസ്റ്റ് കാർഡ് അയച്ച് അപേക്ഷ കൊടുത്ത് BLOമാരെ കൊണ്ട് റിപ്പോർട്ട് കൊടുപ്പിച്ച് നമ്മുടെ ഭരണാധികാരികൾ അവരുടെ എല്ലാം വോട്ടാക്കി മാറ്റി ആ BJP നേതാക്കന്മാരെല്ലാം അവരുടെ സ്വന്തം മണ്ഡലത്തിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും അവർ ജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മാച്ച് ഫിക്സിംഗ് വേണ്ടി ഉദ്ദേശിക്കുന്ന മണ്ഡലത്തിലേക്ക് ആളുകൾ ചേർത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മാനിപ്പുലേഷനാണ്. ആ മാനിപ്പുലേഷൻ നടന്നുകൊണ്ട് മാത്രമായിരിക്കില്ല തൃശ്ശൂരിൽ ഒരു വിഷയം വിജയിച്ച് കാണുക. പക്ഷേ ആ മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു. തൃശ്ശൂരിൽ എന്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ തോറ്റവരുടെ ജൽപ്പനമായി തോറ്റവരുടെ കരച്ചിലായിട്ടല്ല അതിനെ കാണേണ്ടത്. ഇന്ത്യ മുഴുവൻ നിങ്ങളിത് ചെയ്യാണ്. രാജ്യം മുഴുവൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ നിങ്ങൾ അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭരണം പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്കല്ല പോകുന്നത്. നിങ്ങൾ ഇവിടുത്തെ വോട്ടർ പട്ടികയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. വോട്ടർ പട്ടിക മാത്രമല്ല, ഇപ്പോൾ നിങ്ങളൊരു കാര്യം അറിയാമോ? സാധാരണക്കാരന് ഈ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പരാതി കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് EVM മെഷീനെ പറ്റി സ്മൃതിക്കൊരു പരാതി വന്നു എന്ന് കരുതുക. നിങ്ങൾ മുമ്പ് നിങ്ങൾക്ക് ബാലറ്റിനെ പറ്റി പരാതി ഉണ്ടെങ്കിൽ 2 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ബാലറ്റിനെതിരെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? 2024 ഇലക്ഷനിൽ അവർ പുറത്തിറക്കിയിരിക്കുന്ന 2 ആഴ്ച മുമ്പ് പുറത്തിറക്കുന്ന നോട്ടീസ് പ്രകാരം നിങ്ങളൊരു EVM മെഷീനെ പറ്റി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ 12,000 രൂപയും GSTയും നിങ്ങൾ അടയ്ക്കണം. അത് മാത്രം പോരാ, എനിക്കും ഇവർക്കൊക്കെ വന്ന പോലെ ഒരു നോട്ടീസിൽ നിങ്ങൾ ഒപ്പിടണം. എന്താണ്? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കാനും കഴിയുന്ന നിയമത്തിന് നിങ്ങൾ വിധേയമാക്കപ്പെടേണ്ടി വരികയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വോട്ടർ സത്യവാങ്മൂലം സമർപ്പിക്കണം. അതെ, എനിക്കിത് നോട്ടീസ് തന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ വില്ലേജ് ഓഫീസർ വന്ന ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്നോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എവിടുത്തെ നമ്മുടെ രാജ്യം എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ BJPയും RSSും കൂടി കശാപ്പ് ചെയ്ത് ഇതൊരു എലക്റ്റഡ് ഓട്ടോക്രസിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാണ്. ജനാധിപത്യത്തിൻ്റെ പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായി എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കക്ഷത്ത് വെച്ച് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാക്കി മാറ്റുന്ന പരിപാടി ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ കാര്യത്തിൽ വോട്ടർമാരെ കൂട്ടത്തോടെ BJP കൊണ്ടുവരുന്നു എന്നുള്ള ആരോപണം നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപേ ഉന്നയിച്ചതാണ്. ശരി, പക്ഷേ ഈ തരത്തിൽ മൊത്തം കണക്ക് അത് കമ്പയർ ചെയ്യുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ 2024 പുരുഷ വോട്ടർമാർ 1,30,030,000 സ്ത്രീ വോട്ടർമാർ 80,000 മാത്രമാണ് കൂടിയത്. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ സ്ത്രീ വോട്ടർമാർ കുറയുന്നു.
ഈ കണക്കുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അത് ആ ഘട്ടത്തിൽ പരിശോധിക്കാമായിരുന്ന ഒരു കാര്യമല്ലേ? മാത്രമല്ല, ഈ ബൂത്തുകളിലൊക്കെ ഓരോ പാർട്ടികൾക്കും അവരുടെ പ്രതിനിധികളുണ്ടല്ലോ. അപ്പോൾ അവിടെ അസാധാരണമായ സാഹചര്യം വരുമ്പോൾ അതിൻ്റെ കണക്കുകൾ അത് ആ ഘട്ടത്തിൽ തന്നെ പരിശോധിക്കാമായിരുന്നതല്ലേ? അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ പ്രാദേശികമായി അവിടുത്തെ പ്രവർത്തകർക്ക്? അല്ല, പിന്നെ സ്മൃതി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ രാഷ്ട്രീയ പാർട്ടികളും അവർ ബൂത്ത് കമ്മിറ്റി ആളുകളൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ വോട്ടുകൾ ചേർന്ന ഏത് സമയത്താണെന്ന് സ്മൃതിക്ക് അറിയാമോ? 2024 ജനുവരി മാസം 28 ഫൈനൽ വോട്ടർ പട്ടിക പുറത്തിറങ്ങി. അതിനുശേഷം 4/4/2024 വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്നത്. ഈ രണ്ട് സമയത്തിനിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും പുതിയ വോട്ടർമാരെ ചേർക്കാൻ വേണ്ടിയുള്ള സമയമാണ്. പുറത്തേക്കാക്കേണ്ട ആളുകളെ പുറത്താക്കേണ്ട സമയമാണ്. പക്ഷേ ഇവിടെ ഈ BJP പറയുന്ന മറ്റ് മണ്ഡലങ്ങളിലെ അനധികൃതമായി അവിടുത്തെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കേണ്ട അവിടുത്തെ ആളുകൾ BJPക്കാർ RSSകാരുമായ കേഡർമാരെ അവർ ചേർക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഈ 4/4/2024 തൊട്ട് മുമ്പ് ആണ് അവർ ആളുകളെ ചേർക്കാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുന്നത്. അങ്ങനെ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും അപ്പീൽ കൊടുക്കാനോ അതിനെ എതിർക്കാനോ കഴിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവർ വോട്ട് തടയാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചപ്പോൾ ജില്ലാ ഭരണാധികാരി പറഞ്ഞൊരു കാര്യം, അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ തടയാൻ ആർക്കും സാധ്യമല്ല. അതിനവർ പറയുന്ന കാര്യം, അവരുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ ചോദ്യം ചെയ്താൽ അത് ഈ പറയുന്ന സ്മൃതി പരുത്തിക്കാടല്ല വേറെ ആളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തടയാം. പക്ഷേ സ്മൃതി പരുത്തിക്കാട് ചേലക്കര മണ്ഡലംകാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങളുടെ വോട്ട് ഇവിടെ തടയാൻ കഴിയില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അന്തിമമായി വിധിച്ചത്. ഞങ്ങൾ 5-6 പരാതികൾ മാത്രമല്ല, കൃത്യമായ രേഖകൾ സഹിതം പരാതികൾ കൊടുത്തു. ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റിക്കാർ കൊടുത്തു. ഈ പരാതികൾ ഒന്നും തന്നെ ഇലക്ഷൻ കമ്മീഷൻ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ തീർപ്പാക്കിയതെല്ലാം ഏകപക്ഷീയമായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീഹാറിൽ ഒരു നിയമം, കേരളത്തിൽ ഒരു നിയമം. ബീഹാറിൽ നിങ്ങൾക്ക് എന്ത് വേണം? ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടെടുക്കാൻ കഴിയും. ഇവിടെയാണെങ്കിലോ നിങ്ങൾ മിസ് കോള് അടിച്ചാൽ BJPക്കാരാകുന്നത് പോലെ ഒരു പോസ്റ്റ് കാർഡ് കൊടുത്താൽ മതി, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്താൽ മതി, നിങ്ങൾ ടെലിഫോൺ ബില്ല് കൊടുത്താൽ മതി. ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ബീഹാർ ചെയ്യാത്തത് എന്താ? ബീഹാറും കേരളവും ഇന്ത്യയും ഒരേ ഭരണഘടന കീഴിൽ പ്രവർത്തിക്കുന്നവരല്ലേ? ഈ കേരളത്തിൽ മാത്രം ഇപ്പോൾ BLO ഉണ്ടോ? നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചോദിക്കും സ്മൃതി. എങ്ങനെയാണ് പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് കിട്ടുന്നത്? എങ്ങനെയാണ്? പുതിയ വോട്ടർമാരെ നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഹിയറിംഗ് ഡേറ്റ് വരും. ആ ഹിയറിംഗ് ഡേറ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഹിയറിംഗ് ഡേറ്റിൽ നിങ്ങൾ ഉദ്യോഗസ്ഥന് മുമ്പിൽ നേരിട്ട് പ്രസന്റ് ആവണം. പ്രസന്റ് ആവുമ്പോൾ 18 വയസ്സായ വോട്ടറാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇതേ സ്ഥലത്ത് വോട്ടുണ്ടെന്നും അവരുടെ മകനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മറ്റ് 25-26 വയസ്സായ ആളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് കിട്ടുള്ളൂ. പക്ഷേ പാർലമെന്റ് ഇലക്ഷൻ എങ്ങനെയാ? കേരളത്തിൽ പോസ്റ്റ് കാർഡ് കാണിച്ചാൽ മതി. ബീഹാറിലോ നിങ്ങൾ ആധാർ കാർഡ് പോരാ, റേഷൻ കാർഡ് പോരാ, ഇലക്ടർ ID പോരാ, നിങ്ങൾ ജനന സർട്ടിഫിക്കറ്റും കൊടുത്താൽ മാത്രമേ വോട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്ന ഇരട്ടത്താപ്പുണ്ടല്ലോ. അതാണ് ജനാധിപത്യ ധ്വംസനം എന്ന് പറയുന്നത്. അവർക്ക് താല്പര്യമുള്ള സ്ഥലത്ത് താല്പര്യമുള്ള പോലെ നിബന്ധന വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാനിപ്പുലേഷനാണ് BJP ഇന്ത്യ മുഴുവൻ നടത്തുന്നത്. BJPയുടെ മറുപടി നോക്കാം. കേണൽ എസ് ഡിന്നി, അങ്ങ് കേട്ടല്ലോ VS സുനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് മാത്രം എത്തുകയാണെങ്കിൽ, തൃശ്ശൂരിൽ നിങ്ങൾ പുതുതായി ചേർത്ത വോട്ടർമാർ അവരവിടെ തന്നെയുണ്ട് എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? മാം, ആദ്യം തന്നെ ഞാനൊരു റിക്വസ്റ്റ് ആണ്. എന്നെ ഒരു 5-6 മിനിറ്റെങ്കിലും ഇന്ററപ്റ്റ് ചെയ്യാതെ ഒന്ന് അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ എല്ലാ ഇന്ററപ്ഷൻസിനും അല്ലെങ്കിൽ എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം. ശ്രീ സുനിൽകുമാർ ഇവിടെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അതിന് ഉത്തരം പറയാം. അതിൻ്റെ ഫസ്റ്റായിട്ട് തന്നെ ഇപ്പം ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ചാർജ്, അതായത് തൃശ്ശൂരിൽ വോട്ട് ഇൻക്രീസ് വന്നു, അതുകൊണ്ട് അവിടെ ഫേക്ക് വോട്ട്സ് വന്നു എന്നുള്ളതാണ്. അതായത് വോട്ട് ധാരാളം കൂടി. ആ ധാരാളം കൂടിയതുകൊണ്ടാണ് BJP ജയിച്ചെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡാറ്റ വെച്ച് തന്നെ ഞാൻ സംസാരിക്കാം. 2019 തൃശ്ശൂരിൽ ആ വർഷം കൂടിയത് 62,318, ഏകദേശം 4.89. ഇത് ഈ കണക്ക് ഞാൻ പറയുന്നത് കോൺഗ്രസ് വിട്ട അവരുടെ ട്വിറ്ററിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. കോൺഗ്രസ് ഇവിടെ എങ്ങനെയാണ് ഈ വോട്ട് ചോരി എന്നുള്ള ആ ട്വീറ്റിൽ നിന്നാണ് ഞാൻ ഈ ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ 2019 തൃശ്ശൂരിൽ 62,318 വോട്ട് മാത്രമേ ഉള്ളായിരുന്നു കൂടിയത്. അതേ സമയത്ത് തന്നെ പൊന്നാനിയിൽ 1,76,377 വോട്ട് കൂടി, 14.95%. അന്ന് BJP പറഞ്ഞായിരുന്നു ഈ വോട്ട് ഇൻക്രീസ് ചെയ്തത് ഫേക്ക് ആയിട്ടുള്ളതാണോന്നും? ഇല്ല. ഇനി മലപ്പുറം 1,72,160, 14.37% കൂടി.
അന്നും ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇത് അവിടെ ഫേക്ക് വോട്ടാണ്, അത് കൂടി അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് പറയുന്നത്. ഇനി കോഴിക്കോട് 1,37,136 11.64%. അപ്പം അവിടെയും ഇത് കൂടിയിട്ടുണ്ട്. ഇനി കാസർഗോഡാണെങ്കിൽ 1,20,364 9.7. ഇത് 2019 കണക്കാണ്. ഇനി 2024 കണക്ക് പറയാം, ഇവരിപ്പം പറയുന്ന കണക്ക്. ഓക്കെ, തൃശ്ശൂരിൽ കൂടിയത് 1,46,656 എന്നാണ് പറഞ്ഞത്. അങ്ങനാണെങ്കിൽ എൻ്റെ ചോദ്യം, പൊന്നാനിയിൽ 14 ലക്ഷം, അതായത് 1,14,000 അവിടെ കൂടി. ഇനി വടകരയിൽ 1,35,633 വോട്ട് വടകരയിൽ കൂടിയപ്പം അവിടെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു അവിടെ ഫേക്ക് വോട്ടാണ് കൂടിയെന്ന്? അതായത് തൃശ്ശൂരിൽ 10.97% വോട്ട് കൂടിയപ്പം വടകരയിൽ 10.54% വോട്ട് കൂടി. അവിടെ ആരെങ്കിലും പറഞ്ഞോ നമ്മളത് ഫേക്ക് വോട്ടാണെന്ന്? അല്ലെങ്കിൽ അതുകൊണ്ടാണോ ശ്രീ ഷാഫി പറമ്പിൽ ജയിച്ചെന്ന് നിങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. വർഷങ്ങൾക്കിപ്പുറം വോട്ടർമാർ കൂടുമെന്നുള്ളത് എല്ലാ മണ്ഡലത്തിലെയും പ്രത്യേകതയാണ്, അതിലൊരു പുതുമയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലമായി തൃശ്ശൂർ വളർന്നു. അത് തൃശ്ശൂർ മാത്രമല്ല, വേറെ ജില്ലകൾ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാം, അത് ശരിയാണ്. പക്ഷേ അസ്വാഭാവികമായി BJPക്ക് സ്വാധീനമുള്ള മേഖലകളിലേക്ക് വലിയ തോതിൽ വോട്ടർമാർ എത്തുന്നു. ആ വോട്ടർമാർ എങ്ങനെ കൂടി എന്ന് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികൾ പരിശോധിക്കുമ്പോൾ അതിൽ ചില അസ്വാഭാവികതകളുണ്ട്. അതാണ് ഈ പറയുന്നത്. ചേലക്കരയടക്കം മറ്റ് മണ്ഡലങ്ങളിൽ നിന്നടക്കം ഇവിടേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന അതിഥി തൊഴിലാളികളെയും ഈ തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരവിടെ തന്നെ തുടരുന്നുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. അങ്ങ് പറയുന്നത് ശരിയാണ്, വോട്ടർമാർ കൂടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 2019 കണക്കായിരിക്കില്ലല്ലോ 2024 വരിക. അതെ മാം, അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം BJPക്ക് സ്വാധീനമുള്ള സ്ഥലത്താണ് കൂടുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് 63,000 വോട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. അതായത് ഗ്രോത്ത് ഉള്ളത് 4.61% മാത്രമേ കൂടിയിട്ടുള്ളൂ. ഇനി ആറ്റിങ്ങൽ 50,166 മാത്രമേ കൂടിയിട്ടുള്ളൂ. 3.73% മാത്രമേ കൂടിയിട്ടുള്ളൂ. ഈ രണ്ട് മണ്ഡലവും ഞങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ വെറും 16,000 വോട്ടിലാണ് നമ്മൾ തോറ്റത്. അങ്ങനെയാണെങ്കിൽ അതേ ലോജിക്ക് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ഒരൊറ്റ ഇതിൽ മാത്രം ചെയ്തു? സോ ഇത് BJPക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് മാത്രമല്ല ഇങ്ങനെ പറഞ്ഞു. അതൊരു മാം തന്നെ പറഞ്ഞാൽ ഒരു ഓർഗാനിക് ആയിട്ട് ഗ്രോ ചെയ്യേണ്ട സ്ഥലത്ത് അത് വരും. അതല്ലേ ഞാൻ പറഞ്ഞു, ഇത് ഒരൊറ്റ മണ്ഡലത്തിന് മാത്രമല്ല, പല മണ്ഡലങ്ങളിലും 1,00,000-ന് മുകളിലുള്ള 5 മണ്ഡലങ്ങളും ഉണ്ട്. അതിനകത്ത് വടകര 1,35,000, തൃശ്ശൂർ 1,46,000. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ വടകരയിൽ ഇല്ലാത്ത ലോജിക്ക് എങ്ങനെയാണ് തൃശ്ശൂരിൽ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതാണ് ശ്രീ സുനിൽകുമാർ മനസ്സിലാക്കേണ്ടത്. ഇനി അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, അതായത് അത് ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പോസ്റ്റ് കാർഡ് മതിയെന്ന് അതിന് മറുപടി പറഞ്ഞോളൂ. അതെ അതിന്റെ മറുപടി പറയാം. അതിന്റെ മറുപടി എന്ന് വെച്ചാൽ ബീഹാറിൽ നടക്കുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ്. അത് ആർട്ടിക്കിൾ 324 കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്ഷൻ 21(3) അതിനകത്ത് പറയുന്നുണ്ട്. അതായത് പീപ്പിൾസ് ആക്ട് 1950, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950, EC may at any time direct a special revision of the electoral roll for any constituency or part of a constituency in such a manner as it may think fit. ഇത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് ബീഹാറിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഒരു സാധാരണ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അപ്പൊ എന്നാണോ കേരളത്തിൽ അതുപോലെ നടക്കുന്നത്, SIR വരുന്നത്, അപ്പം ഇതേ കാര്യങ്ങൾ ഇതേ ഡോക്യുമെന്റ്സ് ഇവിടെയും വരും. അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്താണെന്നും സാധാരണ ഇലക്ട്രൽ റൂൾസ് എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട സുനിൽകുമാർ, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ധാരാളം പദങ്ങളിൽ ഇരുന്നിട്ടുള്ള അദ്ദേഹം തീർച്ചയായിട്ടും അറിയാം. അപ്പൊ അതിനെ രണ്ടിനെ കമ്പയർ ചെയ്യുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ മാം നേരത്തെ അത് സൂചിപ്പിച്ചു, പക്ഷെ അതെന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. അതായത് നമ്മുടെ കർണാടകയിൽ കോൺഗ്രസിന് തന്നെ മന്ത്രി KN രാജണ്ണ, കോർപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് കർണാടക, അദ്ദേഹം ഇപ്പോൾ റിസൈൻ ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായിരുന്നു ഒന്ന് നോക്കൂ. One should remember that voter list were revised when our own government was at the helm. അതായത് നമ്മൾ ഓർക്കണം, നമ്മളെ ഗവൺമെന്റ് ഇരുന്ന സമയത്താണ് ഇലക്ട്രോൾ വോട്ട് റിവൈസ് ചെയ്തത്. ഇവിടെ ആരാ ഗവൺമെന്റ്? ശ്രീ സുനിൽകുമാറിന്റെ ഗവൺമെന്റിലെ. എന്തുകൊണ്ട് നമ്മുടെ പാർട്ടി അപ്പം കണ്ണടച്ചിരുന്നു? ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ശരിയാണ്, ചില ഇറഗുലേറ്റേഴ്സ് നടന്നു കാണാം, പക്ഷെ അത് നമ്മുടെ മൂക്കിന്റെ താഴെ നടക്കുന്നത് നമുക്ക് നാണക്കേടല്ലേ എന്നാണ് ശ്രീ രാജണ്ണ ചോദിക്കുന്നത്. ഇനി we should have raised objection then. അപ്പോഴും നമ്മൾ ഒബ്ജക്ഷൻ റേസ് ചെയ്യണമായിരുന്നു.
അത് കഴിഞ്ഞ് അപ്പോഴും നമ്മൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ ഈ ഒബ്ജക്ഷൻ റേസ് ചെയ്തിട്ട് ഒന്നാമത്തെ കാര്യം അല്ലല്ല കേണൽ ഡിന്നി 7 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് അസ്വാഭാവികമായി വോട്ട് നഷ്ടപ്പെട്ട 7 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് അതിലൊന്നിൽ പരിശോധന നടത്തിയപ്പോൾ തെളിഞ്ഞ കാര്യങ്ങളെന്ന് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നേരത്തെ അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ മൂക്കിന് താഴെ എന്നും പറഞ്ഞിട്ടല്ല. മൂക്കിന് താഴെ പലതും നടക്കുന്നുണ്ടെന്നേ, മൂക്കിന് താഴെ പലതും നടക്കുന്നുണ്ട്. അത് കണ്ടെത്തി എന്നുള്ളത് ചെറിയ പണിയായിരുന്നില്ല, 6 മാസം എടുത്തുള്ള പണിയാണ്. അതിൽ രാജണ്ണയെ പോലുള്ള ഈ തരത്തിൽ കുലംകുത്തികൾ അറിയാതെ തന്നെ ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വന്നിരുന്നു. ആ പരിശോധിച്ചിട്ട് പുറത്തേക്ക് വിട്ട സത്യങ്ങളാണ്. ഇനിയിപ്പോൾ രാജണ്ണ എവിടേക്കാണ് വരിക എന്നുള്ളത് നമുക്ക് കാണാമല്ലോ. ശ്രീ കേണൽ ഡിന്നി, നമുക്ക് അടുത്ത അതിഥികളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഷിബു മീരാൻ, ഈ പ്രക്ഷോഭം പ്രതിഷേധം എവിടെ എത്തി നിൽക്കും? ഇന്നത്തെ പ്രതിഷേധത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതെ മാറി നിന്നവരും ഇന്ത്യ മുന്നണിയിൽ തന്നെ അപശബ്ദങ്ങൾ ഉയർത്തിയവരും എല്ലാവരും ഉണ്ട്. 300 MP-മാരാണല്ലോ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പക്ഷെ നോക്കൂ, കോൺഗ്രസിൽ നിന്ന് തന്നെ ആദ്യത്തെ വെടിപൊട്ടുകയാണ്. ഈ സമരത്തെ ഒക്കെ നിർവീര്യമാക്കുന്ന തരത്തിൽ ഒരു മന്ത്രിയാണ്, കർണാടകയിൽ നിന്ന് തന്നെയുള്ള ഒരു മന്ത്രിയാണ് അപശബ്ദം ഉയർത്തിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മൂക്കിന് താഴെ നടന്നതല്ലേ എന്ന് വളരെ പെട്ടെന്ന് തന്നെ ഹൈക്കമാൻഡ് ഇടപെടുകയും അപ്പോൾ തന്നെ രാജി എഴുതി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരാളിൽ ഒതുങ്ങുമോ? അല്ല, നമ്മൾ സ്മൃതി തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നടന്നിട്ടുള്ള സമരം, നമ്മൾ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഒരുപാട് സമരങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കന്മാർ നിരന്തരം ഭരണപക്ഷത്തിനെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നടക്കുന്ന സമരത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്മൃതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ, ആം ആദ്മി പാർട്ടി ആവട്ടെ, ഇന്ത്യയിൽ വീണ്ടും പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യം ഒറ്റക്കെട്ടായി രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കാണുന്നത്. കാരണം ഇത് ഇന്ത്യൻ ജനാധിപത്യം നമ്മൾ കാണുന്നത് പോലെ നിഷ്പക്ഷമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണോ? അതല്ല. കേന്ദ്ര ഗവൺമെന്റും ഈ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാകേണ്ട ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ഇരുട്ടിന്റെ മറവിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ കൊല ചെയ്യുന്നുണ്ടോ എന്ന വളരെ നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ചൊക്കെ വളരെ മൗലികമായ ചില ചോദ്യങ്ങളുടെ മുകളിലാണ് ഇന്നത്തെ സമരവുമൊക്കെ നടക്കുന്നത് എന്നതുകൊണ്ട് ഒറ്റപ്പെട്ട ഒരാൾ എന്തോ പറഞ്ഞു എന്നത് ഞാൻ ഒരു നിലക്കും കാര്യമാക്കുന്നില്ല. കാരണം കർണാടകയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു നേതാവ് അങ്ങനെ അതിൽ നടപടിയെടുത്തിരിക്കുന്നത്? ആ ഒരാളിന്റെ ശബ്ദമല്ല, ഇതാണ് ഒരു രാഷ്ട്രീയ സ്വഭാവത്തിനപ്പുറത്ത്. ഇപ്പോൾ സ്മൃതി രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്നാണല്ലോ നമുക്ക് യഥാർത്ഥത്തിൽ ഈ സംശയങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ പല ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു ശക്തമായി പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുന്ന നിലയിലേക്ക് അതിന് തെളിവുകൾ വരുന്നത്. ചില പേരുകൾ ഒക്കെ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുക്കുന്നു. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന തൃശ്ശൂരിലെ LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സഖാവ് സുനിൽകുമാറിനും അത് കിട്ടണം. എന്ന് വെച്ചാൽ നിങ്ങൾ ആരോപണം ഉന്നയിച്ചാൽ അത് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങണം എന്ന് പറയുന്നതോടെ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരുതരം ബേർഡൻ ഓഫ് പണിഷ്മെന്റ് എന്ന സ്വഭാവത്തിലേക്ക്, ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് കിട്ടാവുന്ന ശിക്ഷയെ ഭയന്നോളൂ എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് അത്രയ്ക്ക് ഇൻട്രാൻസ്പെറൻ്റായി അതാര്യമായി ഒരുതരം ഇരുട്ടുമുറിയിലെ കൊള്ളസംഘത്തെ പോലെ പലതും മറച്ചു വെക്കാനുള്ള ഒരു കൂട്ടരായി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് കാണേണ്ടി വരികയാണ്. സ്മൃതി ഇതിനകത്ത് വളരെ കൃത്യമാണ്. ഇപ്പം BJP-യുടെ പ്രതി ഇവിടെ അദ്ദേഹം തൃശ്ശൂരിലെ, മലപ്പുറത്തെ, പൊന്നാനിയിലെ ഒക്കെ കണക്കുകൾ വായിച്ചു. ഇവിടെ കാര്യങ്ങൾ വളരെ ലളിതമാണ്. നിങ്ങൾ നേർക്കുനേരെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. ഒരു തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ ഒരു ഫ്ളാറ്റിൽ 9 വോട്ടുകൾ ചേർക്കപ്പെടുന്നു. ഭാരത് ഹെറിറ്റേജ് എന്ന പേരിൽ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി മത്സരിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം താമസിച്ച വീട്ടിൽ 11 വോട്ടുകൾ ചേർക്കുന്നു. എന്റെ ചോദ്യം, ഈ ഭാരത് ഹെറിറ്റേജ് എന്ന പേരിൽ അന്ന് 11 വോട്ടുകൾ ചേർത്ത ആ വീട്ടിൽ ഇപ്പോഴും ആ കുടുംബം താമസിക്കുന്നുണ്ടോ? ആ വോട്ടർമാർ താമസിക്കുന്നുണ്ടോ? അതല്ല മറ്റു വല്ലവരുമാണോ അവർ താമസിക്കുന്നത്? ഇതിന്റെ ഒരു അന്തർ സംസ്ഥാന സ്വഭാവം ഉണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി ഒന്ന് ഉപയോഗിച്ച ഒരു പേരാണ് സ്മൃതി, ആദിത്യ ശ്രീവാസ്തവ എന്നൊരാളുടെ പേര്. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ID നമ്പർ FPP 643740 എന്നതാണ്. ഈ വ്യക്തിക്ക് ലക്നൗ ഈസ്റ്റിൽ വോട്ടുണ്ട്, ബാംഗ്ലൂരു സെൻട്രലിലെ മഹാദേവ്പുരയിൽ വോട്ടുണ്ട്. ഇപ്പൊ ശകുൻ റാണി 70-ാമത്തെ വയസ്സിൽ കന്നി വോട്ടറാവാൻ ഭാഗ്യം ലഭിച്ച മഹാഭാഗ്യവതിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകെ മറുപടി പറഞ്ഞത് ശകുൻ റാണി 2 വോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്ന് പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരിലും ശകുൻ റാണി പറഞ്ഞു എന്നാണ്.
ഇപ്പൊ കാണുന്ന കാര്യം സ്മൃതി കുറച്ചുകൂടി കൗതുകരമുണ്ട്. ശകുൻ റാണിയുടെ പേരിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 3 വോട്ടുണ്ട് എന്നാണ് പറയുന്നത്. വികാസ് സിംഗ് എന്നൊരാൾ, അയാൾക്ക് കർണാടകയിൽ വോട്ട്, പിന്നെ ഇവിടെ ഉണ്ട്, പിന്നെ ഡൽഹിയിൽ വോട്ട്, മഹാരാഷ്ട്രയിൽ വോട്ട്, 3ാമത്തെ വോട്ടാണ് ഏറ്റവും രസം, വാരാണസിയിലെ ലോക്സഭാ മണ്ഡലത്തിലെ കെന്റ് അസംബ്ലി നിയോജകമണ്ഡലത്തിൽ കൂടി വോട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോ ആദ്യഘട്ടത്തിൽ പിന്നിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുന്ന അവസാനഘട്ടം അജയ് റായിയെ പരാജയപ്പെടുത്തിയ സാക്ഷാൽ നരേന്ദ്രമോദിക്ക് പോലും, സുരേഷ് ഗോപിക്ക് മാത്രമല്ല, നരേന്ദ്രമോദിക്ക് പോലും ഈ ഒരു പഴുതുകളുടെ, ഈ ഒരു ഇരട്ട വോട്ടുകളുടെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ഓഡിറ്റ് നടത്തുമെന്ന് പറയുന്നു പ്രതിപക്ഷം, ഓഡിറ്റ് നടത്തുമെന്ന് പറയുന്നു. അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾ വാരണസിയിലേക്കും നിങ്ങൾ പോകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഈ പറഞ്ഞ 30,000-ൽ താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ വാരണസി അങ്ങനെയല്ല എങ്കിൽ പോലും അവിടെ മോദി 2019 എത്ര ലക്ഷത്തിലാണ്? 4 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ഭൂരിപക്ഷം. 4 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. അത് എത്ര കുറഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. താങ്കൾ പറഞ്ഞ പോലെ അജയ് റായ് ഒരു ഘട്ടത്തിൽ വിയർപ്പിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും നമ്മൾ ഒരു അവിശ്വസനീയതയായിരുന്നു ആ റിസൾട്ട്. അജയ് റായ് മുന്നിലാണ്, നരേന്ദ്രമോദി പിന്നിലാണ്. നമ്മൾ തന്നെ നമ്മളെ ഒന്നിങ്ങനെ മെല്ലെ പിച്ച് നോക്കി ഒരു അവിശ്വസനീയത കൊണ്ട്. പക്ഷെ അവസാന ഘട്ടത്തിൽ നരേന്ദ്രമോദി അവിടെ വിജയിച്ചു വന്നു. ഇവിടെ ഇപ്പോ സ്മൃതി തന്നെ ഇപ്പൊ ചോദിച്ചതുപോലെ ഇപ്പൊ ഒരു ഓഡിറ്റിംഗ്, ചിലപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന പേരിൽ അദ്ദേഹം ഒരു വെബ്സൈറ്റ് ആരംഭിച്ചു. നമ്മൾ വിചാരിക്കുന്നതിനപ്പോൾ ഒരു രേവണ്ണ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് BJP-ക്കാർ സമാധാനപ്പെട്ടിരുന്നു കൊള്ളട്ടെ. പക്ഷെ രാജ്യത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ആ വോട്ട് ചോരിയിലൊക്കെ ആളുകൾ ലക്ഷക്കണക്കിന് പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പം ഇവർ നേരത്തെയൊക്കെ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചിരുന്നത് പപ്പുമോൻ എന്നൊക്കെയാണല്ലോ. ഈ ആരോപണം ഉന്നയിച്ച അന്ന് വൈകിട്ട് ഞാൻ ഈ സാംബിത് പത്രയുടെ വാർത്താ സമ്മേളനം കാണുമ്പോൾ സാംബിത് പത്ര ഉപയോഗിക്കുന്ന വാക്ക് ബാഹുബലി എന്നാണ്. BJP-ക്കാർ പപ്പുമോനും ബാഹുബലിയും വലിയ സംഭവമാണെന്നുള്ള അർത്ഥത്തിലല്ല, BJP-ക്കാരുടെ മനസ്സിൽ പോലും രാഹുൽ ഗാന്ധി ഒരു വലിയ ഒരു പ്രതിബിംബമായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ സൂചന ഇപ്പോൾ കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു കോൺഗ്രസ് CPM, CPI കോൺഗ്രസ് BJP എന്ന നിലയിൽ നിന്ന് വളർന്നു വന്നിരിക്കുന്നു. ഒരു രേവണ്ണയെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടോ, നേർക്ക് നേരെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ നിങ്ങൾ ഈ പറയുന്ന മറ്റു മണ്ഡലങ്ങളിലെ കുറെ കണക്കുകളുടെ മറവിൽ നിങ്ങൾ കളിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇരുട്ടിന്റെ മറവിൽ അട്ടിമറിച്ചുകൊണ്ടാണ് BJP ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന് സംശയിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട്. ആ സംശയത്തെ മുൻനിർത്തി മുന്നോട്ട് വെക്കാൻ ന്യായമായ വസ്തുതകൾ നമ്മുടെ കയ്യിൽ. ഈ ലിസ്റ്റ് എത്രയും വായിക്കാൻ കേട്ടോ. ഇപ്പൊ ഗുർകീർത്ത് സിംഗ് എന്ന് പറയുന്ന ഒരു സിഖുകാരൻ, അദ്ദേഹത്തിന് 4 വോട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ അവരുടെ എപ്പിക് നമ്പർ എന്ന് വെച്ചാൽ വോട്ടർ ID നമ്പർ അടക്കം ഈ 4 വോട്ടുകളും ഒരേ IDയിലാണ്. ഏത് ബൂത്തിലാണ് എന്ന് കൂടി ബോധ്യമുണ്ട്. അവിടെ കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രലിലെ കണ്ണമംഗല സ്കൂളിലാണ് ഒരാട്ട്, ഗേഡേഹള്ളി എന്ന് ചേർന്ന് തൊട്ടടുത്ത ബൂത്തിലെ ഒരു സ്കൂളിലാണ് ഇദ്ദേഹത്തിന്റെ 3 വോട്ട്. ഇതൊക്കെ ഫാക്ച്വലായി നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പാക്കും എന്ന് പറയുന്നതിന് പകരം രാഹുൽ ഗാന്ധിയെ ജയിലിലടച്ചു കളയാം എന്ന മട്ടിൽ ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങി പുറപ്പെടുന്നത് കാണുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ബോധ്യമാവുന്ന ഒരു കാര്യം, ഇലക്ഷൻ കമ്മീഷൻ BJP-ക്ക് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുന്ന ഒരു ഘടകകക്ഷിയെ പോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. ശ്രീ ദാമോദർ പ്രസാദ്, ഈ പ്രക്ഷോഭത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ നാളെയും ഇതുപോലെ പ്രതിഷേധങ്ങളുണ്ട്. തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം, പാർലമെന്റിലെ പ്രതിഷേധം, ഇതൊക്കെ ഇതുപോലെ തുടരുമെന്ന് പറയുന്നു. ഇതുകൂടാതെ ഇനി ബീഹാറിൽ 2 ആഴ്ച നീളുന്ന വലിയ പ്രതിഷേധ പരിപാടിക്കും ആലോചനയുണ്ട്. പക്ഷേ ഇതങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് മാറുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തിയിരിക്കുന്ന പരാതികൾ അല്ലെങ്കിൽ കേട്ട പരാതികൾ എന്നതിൽ ഒരെണ്ണത്തിനുള്ള മറുപടിയാണ് ഇന്നലെ നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷേ ആ ഒരെണ്ണത്തിന് മറുപടി നൽകുമ്പോഴും ഈ പറയുന്ന ഈ വോട്ടറോട് ചോദിച്ച് വോട്ടർ അത് നിഷേധിച്ചു എന്നതാണ് ശരി എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ കോടതിയിൽ പോയുള്ള ഒരു പരിഹാരമാണോ വേണ്ടത്, അതോ തെരുവിലിറങ്ങിയ പ്രക്ഷോഭമാണോ ഇതിൽ ശരിയായ മറുപടിയായി നൽകേണ്ടത്? പ്രതിപക്ഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. കോടതിയിൽ പോവുക, സമരം ചെയ്യുക, പ്രക്ഷോഭം നയിക്കുക എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പാർലമെന്റ് സെഷൻ നടക്കുന്നുണ്ട്, പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധം നടക്കുന്നു. ബീഹാർ ആസന്നമായ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ബീഹാറിലേക്ക് പ്രതിഷേധം നടക്കും. പക്ഷേ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് എൻ്റെ ആശങ്ക, ഒരു പൗരനിലയ്ക്ക് എൻ്റെ ആശങ്ക പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം, അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റൊരു വിഷയം വരാം. ഇത് പിന്നോട്ടടിക്കാം.
അപ്പോൾ ഈ നമ്മുടെ ഈ ന്യൂ നോർമൽ എന്ന സിറ്റുവേഷൻ നമ്മൾ ആക്കും, അത് വിസ്മരിക്കപ്പെടും, മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത പോകും, മാധ്യമങ്ങൾക്ക് പഴയ വിഷയമായി മാറുകയും ചെയ്യും. പക്ഷേ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് റൂട്ട് മാപ്പ് ഉണ്ട്. കോൺഗ്രസിന് ആ റൂട്ട് മാപ്പില്ല, CPIക്ക് ആ റൂട്ട് മാപ്പില്ല, മുസ്ലിം ലീഗിന് ആ റൂട്ട് മാപ്പില്ല. പക്ഷേ ഭരിക്കുന്ന കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് റൂട്ട് മാപ്പ് ഉണ്ട്. അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ആ റൂട്ട് മാപ്പാണ് 1 ഇലക്ഷൻ 1 നേഷൻ. നിങ്ങൾ ആലോചിക്കണം, 1 ഇലക്ഷൻ 1 നേഷൻ എന്ന വലിയ റൂട്ട് മാപ്പിലേക്കാണ് ഈ നേഷൻ അവർ കൊണ്ടുപോകുന്നത്. ആ നേഷനെ കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു അജണ്ടയും പൊളിറ്റിക്സും ഉള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അധികാരത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് എങ്ങനെ, ഞാൻ പറയുന്ന ഒരു പൗരന്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. അപ്പോൾ ആ റൂട്ട് മാപ്പിൽ നമ്മൾ തുടങ്ങുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്നിട്ട് വലിയൊരു ഹിസ്റ്ററി ഇതിൻ്റെ അകത്തുണ്ട്, നമ്മൾ കാണാതിരിക്കേണ്ട. നമ്മളിപ്പോൾ ആരെങ്കിലും ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്, സുപ്രീം കോടതിക്ക് ശേഷം എന്തായി, ആ പണം തിരിച്ചു കൊടുത്തിട്ടില്ല, അത് തെറ്റാണെന്ന് അവർ അവസാനിപ്പിച്ചേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഫസ്റ്റ് ചർച്ച എന്തായിരുന്നു? ഇവിടെ കേണൽ അദ്ദേഹം പറയേണ്ട കാര്യമാണ്. ഫസ്റ്റ് ചർച്ച ഈ ഡോണർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. അവസാനം എന്തുണ്ടായി? നിങ്ങൾക്ക് ഡോണർ ഐഡന്റിഫൈ ചെയ്യാം, ഏത് കോർപ്പറേറ്റ് ആണ്, ആരാണ് പണം നൽകിയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടായി. അത് തിരിച്ചറിയപ്പെട്ടു. അതിനുശേഷമാണ് സുപ്രീം കോടതി ബെഞ്ച് അത് അവസാനിപ്പിച്ചത്. അവിടെ തുടങ്ങി. പിന്നീട് എന്തുണ്ടായി? ജസ്റ്റിസ് KM ജോസഫ് ഇടപെട്ടുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നിർണായക വിധി വന്നു. ആ വിധിയെ പാർലമെന്റ് നിയമിച്ചുകൊണ്ട് മാറ്റി, അതായത് അതിന്റെ ഘടന മാറി. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ഈ ഇലക്ഷൻ അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലൂടെ അതിനെങ്ങനെയൊക്കെയാണ് മാറ്റി തീർക്കേണ്ടതിനെ കുറിച്ച് വളരെ വ്യക്തമായൊരു പദ്ധതി. അതിന്റെ ഭാഗമായിട്ടാണ് 1 നേഷൻ 1 ഇലക്ഷൻ. ആ പ്രോജക്റ്റിലേക്കാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. 1 നേഷൻ 1 ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെയാണ് സുനിൽകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. കാരണം 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ സ്ഥലത്തും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യം വളരെ എന്താ പറയുക, ഒരു സംഘടനാ സംവിധാന നിലയ്ക്ക് BJP രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, അതിന് വലിയ സംഘടനാ സംവിധാനമാണ്. നമുക്കറിയാം, സംഘ് പരിവാറിന് സംഘടനാ സംവിധാനം, അവർക്ക് പലതരത്തിലുള്ള പ്രവർത്തനം സാധ്യതകളുണ്ട്. പല സംഘടനകളിലൂടെ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബീഹാറിനെ സംബന്ധിച്ചുള്ള നിർണായക തെരഞ്ഞെടുപ്പിൽ മാസ് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് ആണ് അവിടെ ആവശ്യം. കാരണം ഏതാണ്ട് അത്രയോളം വോട്ട്, അത് പലപ്പോഴും ആരോപണം ഉന്നയിക്കപ്പെട്ടത് മുസ്ലിം വോട്ടർമാരാണ് ഈ ഡിസ്എൻഫ്രാഞ്ചൈസ് ചെയ്യപ്പെട്ടെന്നുള്ളതാണ്. അത് CPM ലിബറേഷന്റെ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യയാണ് പ്രശ്നം ഉന്നയിച്ചത്. വൈറൽ അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുന്ന അവിടുത്തെ സ്ട്രാറ്റജി ഇതാണ്. കാര്യം അവിടുത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിർണായകം പോകുന്നത് ഇത്രയും വോട്ടിൽ ഒഴിവാക്കപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ അത്തരം നിയമം കൊണ്ടുവന്നത്. ഇത് അങ്ങനെ എഴുതി വെച്ച നിയമം നടപ്പാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിയമം കൊണ്ടുവന്നു. എന്നാൽ കേരളത്തിലെ സ്ട്രാറ്റജി വേറെയാണ്. കേരളത്തിൽ അവർക്ക് അതുകൊണ്ട് ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ വ്യത്യസ്തമായിട്ട് തന്ത്രങ്ങളും അതിനനുസരിച്ച് അടവുകളും ഉപയോഗിക്കാൻ പറ്റും. അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ആ കാര്യത്തിൽ വളരെ പിന്നില്ല. കോൺഗ്രസ് വളരെ വളരെ ദുർബലമാണ് അവസ്ഥയിൽ, നമുക്ക് യാഥാർത്ഥ്യമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ രേവണ്ണെ പോലെ ആൾക്കാർ അതിൻ്റെ അകത്ത് വിമർശിക്കുന്നത്. BJPയുടെ സംഘടനാ സംവിധാനം അങ്ങനെയല്ല. അപ്പോൾ തൃശ്ശൂർ പോലെ സ്ഥലത്ത് അല്ലെങ്കിൽ കേരളം പോലെ സ്ഥലത്തിൻ്റെ സ്ട്രാറ്റജി വേറെ തന്നെയാണ്. കാര്യം ഇവിടെ വോട്ടർമാരെ എങ്ങനെ സംബന്ധിച്ചാലും അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, തിരുവനന്തപുരം ആയിരുന്നില്ല BJPയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസികൾ തിരിച്ചറിവ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. കാരണം 4 തവണ തൃശ്ശൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്ന് ക്യാമ്പയിൻ ചെയ്ത സ്ഥലമാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ സുനിൽകുമാറിനെ വളരെ പോപ്പുലർ കാൻഡിഡേറ്റാണ്. ഞാൻ സുനിൽകുമാറുള്ള സമയത്ത് പറയില്ല, സുനിൽകുമാർ വളരെ പോപ്പുലർ കാൻഡിഡേറ്റാണ്. ജയിക്കാനുള്ള സകല സാധ്യതകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ ജീവിച്ച ആൾക്കാർക്ക് എല്ലാവരും വളരെ പോപ്പുലർ കാൻഡിഡേറ്റാണ് സുനിൽകുമാർ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ അവിടുത്തെ ഇലക്ഷൻ സ്ട്രാറ്റജി വളരെ വ്യത്യസ്തമായിരുന്നു. അവിടെ ഇലക്ഷൻ സ്ട്രാറ്റജി പറഞ്ഞാൽ തിരുവനന്തപുരം അല്ല, അവരെ സംബന്ധിച്ചോളം BJP ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് പൂരത്തെക്കുറിച്ച് ചർച്ച നമുക്കുണ്ടായി. അതിനെക്കുറിച്ച് സർക്കാർ നിലപാട് തന്നെ ദുരൂഹമാണ്. വേറെ കാര്യം നമുക്കറിയാം, ഇപ്പോഴും ദുരൂഹമായി നിൽക്കുകയാണ്. അങ്ങനെ ഈ വിഷയം വന്നു ഉയർത്തിവിട്ടു. അപ്പോൾ ഞാൻ ഇതൊക്കെ സ്ഥിരീകരിച്ച് ഇതിനെ നടന്നു എന്ന് ഉറപ്പിച്ചു പല കാര്യം നിയമപരമായിട്ടും തെളിവുകളോടെ തെളിയിക്കപ്പെടേണ്ട ഇനിയും കാര്യമുണ്ട്. കാര്യം എന്തിനാണ് സുരേഷ് ഗോപി 70,000 വോട്ടാണ് ജയിച്ചിട്ടുള്ളത്, വസ്തു നമ്മുടെ മുമ്പിലുണ്ട്. കാര്യം ചെറിയ ഭൂരിപക്ഷത്തിനല്ല ജയിച്ചിട്ടുള്ളത്, 70,000 വോട്ടിന് ഭൂരിപക്ഷം ചെറിയ ബന്ധമല്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ അപ്പോൾ പൂരമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് ഈ വോട്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന പ്രോജക്റ്റിലേക്ക് പോകുന്ന സമയത്ത് ആ റൂട്ട് മാപ്പിൽ പലതരം ആവിഷ്കാരങ്ങൾ സാധ്യതയുണ്ട്. കാര്യം അങ്ങനെ സംഘടിതമായി പ്രവർത്തിക്കാനുള്ള സംവിധാനമുള്ള ഒരു പാർട്ടി നമ്മളെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വഭാവം അതിലുണ്ട്. ആ BJPയുടെ സംഘടനാ സംവിധാനത്തിലുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ജനാധിപത്യത്തിന് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളൊരു പൗരൻ നിലയ്ക്ക്, നമ്മൾ സംവിധായകൻ എന്ന നിലയ്ക്ക് ആശങ്കപ്പെടേണ്ടത്. അപ്പോൾ ഈ സമരം പിന്നോട്ട് പോയിരിക്കാം. നാളെ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന സമയത്ത് ഇന്ന് തന്നെ നമ്മുടെ ട്രംപായി ബന്ധപ്പെട്ടും അമേരിക്കൻ തീരുവയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രധാനപ്പെട്ട ചൈനയിലെ ചർച്ചയെ ബന്ധപ്പെട്ട് BJP തന്നെ ഉന്നയിക്കുന്ന പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഈ സമയത്താണ് നിർണായകമായി ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നേരിടുന്ന സമയത്താണ് കോൺഗ്രസ് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് എപ്പോഴും പുതിയ ട്രോൾ അതാണ്. അതായത് പക്ഷേ ഇതിൽ നിന്ന് അങ്ങനെ പിന്നാക്കം പോകാൻ അത്ര എളുപ്പമാണോ ശ്രീ ദാമോദർ പ്രസാദ്? കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ തന്നെ വിഷയമായി നിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിപക്ഷമെല്ലാം ഐക്യപ്പെട്ടുകൊണ്ട് ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത്.
അത് സംശയമില്ലാത്ത കാര്യമാണ്. അത് അതിജീവനത്തെ പ്രശ്നമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അതിജീവനം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അതിജീവനം തുടങ്ങി. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് ഒരു വിഷയം, ഇത് പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഉണ്ടായിരുന്നത്. ഘടനാപരമായ മാറ്റം വരുത്തി. ഇങ്ങനെ പലതരത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഓട്ടോണമിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങളുണ്ട്. നമ്മളിപ്പോഴാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറഞ്ഞിട്ട് അവർ സമരം ചെയ്തിട്ടുണ്ട്, അവർ കോടതിയിൽ പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇതിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതിനൊക്കെ പിന്മാറി പോവാണ്. കാര്യം നാളെ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് മറുപടി കൊടുക്കുക, ഏകീകരണമാണ് മറുപടി കൊടുക്കും എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് പകരം ഒരു ഉപയോഗിച്ച തന്ത്രമാണ് ഇത്. ഈ സുനിൽകുമാറിനോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ഈ ഇത്രയും ഓത്തെടുക്കണം, അത് സത്യവാങ്മൂലം ചോദിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുവരുന്ന കാര്യപ്രവണത എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ ബാധിക്കാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സ്ട്രാറ്റജി, അപ്പോൾ ഞാനിത് ഒറ്റ പോയിന്റിലേക്കാണ് ചുരുക്കുന്നത്. അതായത് ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന വലിയ പ്രോജക്റ്റ് ഉണ്ട്, അത് നടപ്പാക്കാൻ തയ്യാറുണ്ട്. ഇതിന് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മാസ് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റിനെ സംബന്ധിച്ചിട്ട് വലിയ പ്രധാനപ്പെട്ട വേറെ കാര്യമുണ്ട്. ആരാണ് പുറത്തു പോകുന്നത്? ഇത് നാളെ NRC പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പിൻവലിച്ചിട്ടൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. CAയും NRC ഇവിടെ പിൻവലിച്ചപ്പെട്ടു എന്നുള്ള ധാരണ ഇവിടെ ആർക്കും ഇല്ല. രാസപരത്തൊക്കെ എല്ലാവരും പിന്നോട്ട് പോയെങ്കിൽ കൂടി അതിൽ സമരം ചെയ്ത ആൾക്കാരെന്തോ ഇപ്പോഴും പ്രതി നിൽക്കുന്നു, കേസൊക്കെ നേരിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് അവരെ കേസ് പിൻവലിച്ചിട്ടില്ല. പക്ഷേ ആ സമരം ആ NRC സർക്കാരിന്റെ അജണ്ടയാണ്. അതൊരിക്കലും പിൻവലിക്ക് പറ്റില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം. ഒരു ദേശത്തെക്കുറിച്ച്, ദേശരാഷ്ട്രത്തെക്കുറിച്ച് ഒരു സങ്കല്പവും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കേണ്ട. ഒരു വെറും തെരഞ്ഞെടുപ്പിൽ ഒരു ഇലക്ട്രൽ വോർ മാറ്റി ഒരു സ്ഥലത്ത് ജയിക്കാമെന്ന് മാത്രമല്ല, വൺ നേഷൻ വൺ ഇലക്ഷൻ വലിയൊരു റൂട്ട് മാപ്പിലേക്ക്, അതിൻ്റെ ഒരു അത്യന്തികമായ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റിലേക്കുള്ളൊരു യാത്രയുടെ ഭാഗത്തുള്ള ഓരോ ഘടകങ്ങളാണത്. ഇത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാ അത്തരം ഒരു കാര്യം ഉൾക്കൊള്ളാൻ അവർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ദയനീയമായൊരു കാഴ്ച വരുന്നത്. സമരമൊക്കെ ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത്തരം പ്രവണതകളെ എങ്ങനെയാണ് മനസ്സിലാക്കാനും നേരിടാൻ പറ്റുക? കാര്യം ഇവരുടെ ഒരു അതിജീവനത്തെ പ്രശ്നം ഒരു ഐക്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഐക്യം എത്ര കാലം നിൽക്കും? ശരി, ശ്രീ വി എസ് സുനിൽകുമാർ, അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ? കാരണം ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ബീഹാർ വിഷയം കൂടി ഉന്നയിച്ചിട്ടാണ്. ഈ പ്രക്ഷോഭത്തെ അങ്ങനെ പെട്ടെന്ന് തണുപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇതൊരു അന്തിമ പോരാട്ടം പോലെയുള്ളൊരു കാര്യമാണ്. ഇവിടെ ശ്രീ ദാമോദർ പ്രസാദ് സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ പരിപൂർണമായിട്ടും വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന നിലയിലേക്ക് മാത്രമല്ല, ആ നേഷൻ എന്താണെന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് ഏത് നേഷനാണെന്നുള്ളത്. ആ നേഷൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ളൊരു പ്രയാണത്തിൻ്റെ ഭാഗമായി അവർ നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ തകർക്കുകയാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തെ തകർക്കുക വഴി അതൊരു സ്വാഭാവികമായൊരു പരിണാമമായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ BJPയുടെ ഈ കേണലിനോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഇതുവരെ മറുപടി പറയാത്തത്, ഒരു മണ്ഡലത്തിലെ വോട്ടർക്ക് മറ്റു മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യാൻ അധികാരമുണ്ടോ? അധികാരമില്ല. നിങ്ങൾ അങ്ങനെ ഒരു മണ്ഡലത്തിലെ വോട്ടർമാരെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മണ്ഡലത്തിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് ബോധപൂർവം കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലെന്ന് അദ്ദേഹത്തെ തെളിയിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ദാമോദർ പ്രസാദ് ഉൾപ്പെടെയുള്ള പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യം, അതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് ഒരുപാട് പൊളിറ്റിക്കൽ വോട്ട് കിട്ടി. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ റിസൾട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ 2026 25 ഇലക്ഷനിൽ നിങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയുമോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, യൂറോപ്പിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ടെക്നോളജി അങ്ങേയറ്റം വികസിച്ച ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും അവിടെ ഇലക്ഷൻ EVM മെഷീൻ ഉപയോഗിക്കാതെ പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുകയാണ്. ഈ EVM മെഷീനെ പറ്റി പോലും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടി ഇവിടെ വാസ്തവത്തിൽ ചെയ്യേണ്ടത് EVM മെഷീൻ പിൻവലിച്ച് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകാൻ ഈ രാജ്യത്ത് തയ്യാറായില്ലെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ രാജ്യം പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ EVM പറ്റി നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങൾ 12,000 രൂപ കെട്ടിവെക്കണം. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റുക? EVM മെഷീനകത്ത് ഒരു മാനിപ്പുലേഷൻ നടന്നു വന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാർക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും തെളിയിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അമേരിക്കയിൽ നടത്തിയ ഹാക്കത്തോണിൽ അവിടെ കൊണ്ടുവന്നിട്ടുള്ള EVM മെഷീനകത്ത് അവർ കുട്ടികളുടെ ഗെയിം കളിച്ച് കാണിച്ചു കൊടുത്തു അവിടുത്തെ ഹാക്കർമാരായിട്ടുള്ള ആൾക്കാർ. അതുപോലെ കാണിക്കാൻ ഈ സുപ്രീം കോടതി തയ്യാറുണ്ടോ? നമ്മുടെ സുപ്രീം കോടതിയോ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറുണ്ടോ? അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ സംവിധാനം പരിപൂർണമായിട്ടും മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് വോട്ട് ചേർക്കുന്നത് മുതൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ബീഹാറിൽ എന്തോ ഇൻറ്റൻസീവായിട്ടുള്ള മാറ്റം. എന്തിനാണ് അത് നടത്തുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്?
അപ്പൊ നിങ്ങൾ അവിടെ അങ്ങനെ നടത്തുന്ന അങ്ങനെ ഒരു നിയമം ഇവിടെ ഒരു വേറെ വിഭാഗത്തെ നിയമം. പുറന്തള്ളുക അതാണ് അത് ദാമോദർ പ്രസാദ് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓരോ അടുത്തതായി സ്ഥലത്തും ബംഗാളിലും ആലോചിക്കുന്നത്. ഓരോ അതുകൊണ്ടാണ് strategy തൃണമൂൽ ആണ്. എല്ലാ എതിർപ്പും മറികടന്നുകൊണ്ട് ഈ സമരത്തിന്റെ അപ്പൊ ഭാഗമാകുന്നത്. അവിടെ ഇവിടെ ഒന്നിച്ചേ പറ്റൂ. ഫാസിസത്തിനെതിരായിട്ട് എത്ര നമ്മൾ ഒരുമിക്കാതിരുന്നാലും ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാം ഒന്നിച്ചേ മതിയാകൂ. അവിടെ ഫാസിസം ഒറ്റപ്പെടുകയും ജനാധിപത്യ ശക്തികൾ ഒന്നിക്കുകയും ചെയ്യും. ആ സമരത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരം. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തൃണമൂൽ കോൺഗ്രസും DMKയും അതുപോലെ തന്നെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒന്നിക്കുന്നതിന് കാരണം എന്താണ്? ഇത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അസ്ഥിയിൽ തൊട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അസ്ഥിയിൽ തൊട്ട ഈ പ്രശ്നത്തിൽ പിന്മാറാതെ നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രാഹുൽ ഗാന്ധി, എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സത്യത്തിൽ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ആക്ട് ചെയ്തിരിക്കുന്നത് ഈ വിഷയം വസ്തുതാപരമായി സത്യസന്ധമായി ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ്. അതെ, ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഞാനൊരു പത്രസമ്മേളനം നടത്തിയപ്പോഴേക്കും നിങ്ങളൊരു മറുപടി തന്നെങ്കിൽ നിങ്ങൾ എന്താണ് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളുടെ സത്യവാങ്മൂലമില്ലാതെ തന്നെ നിങ്ങൾക്ക് നടപടി എടുക്കാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്ത എന്താ? സത്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ പറയുന്നത് കേട്ട് ജനങ്ങളോട് ഇതിനകത്തുള്ള വസ്തുതകൾ പുറത്തു കൊണ്ടുവന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം ഞങ്ങൾ ഇംപാർഷ്യലായി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് അഗ്നിശുദ്ധിയോടുകൂടി തെളിയിക്കാൻ വേണ്ട സ്വയം ആർജിതമായ ശക്തി നിർവഹിക്കുന്നതിന് പകരം ഞങ്ങളെപ്പോലുള്ള ആളോട് പറയുകയാണ് നിങ്ങൾക്കെതിരെ കേസെടുക്കാതിരിക്കണമെങ്കിൽ സത്യം കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തിരുത്താൻ തയ്യാറല്ല. അതിന് കാരണം എന്താണ്? അവരല്ല അത് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ അല്ല ചെയ്യുന്നത്, അവരെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമല്ലെന്ന് മാത്രമല്ല പരിപൂർണമായി നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന, ദാമോദർ പ്രസാദിൻ്റെ വാക്ക് കണക്കാണെങ്കിൽ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായി അവർ അതിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിട്ടുണ്ടോ എന്ന് അവർ സ്വയം പരിശോധിക്കണം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമില്ല എന്ന കാര്യം. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് ഇവിടെ. കേണലല്ല ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത്. കേണലിന് അധികാരമുള്ള ആളല്ല. ഇവിടെ മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അപഹസിക്കാനല്ല ഞങ്ങൾ ഈ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ സ്ഥാപനമാണ്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനമാണ്. ഭരണഘടനയാണ് നിങ്ങളെ അവിടെ വെച്ചിരിക്കുന്നത്, ഭരണഘടന. അതെ, ആ സ്ഥാപനത്തെ ആരാണ് തീരുമാനിക്കുന്നത്? നരേന്ദ്രമോദിയും അമിത്ഷായും പിന്നെ ഒരു പ്രതിപക്ഷ ഇവരും കൂടി മൂന്നിൽ 2 പേര് അവരാണ്, ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണ്. അവർ തീരുമാനിച്ച ആളുകൾ അവിടെ വയ്ക്കും. അപ്പോൾ ഇതെവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്? അപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായി സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇങ്ങനെയായി കഴിഞ്ഞാൽ പിന്നെ ഈ പച്ചമരം നിന്ന് കത്തുമ്പോൾ ഉണക്കമരത്തിൻ്റെ സ്ഥിതി എന്താകും എന്ന് ബൈബിളിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ സ്ഥാപനം ഇങ്ങനെ നിന്ന് കത്തുകയാണ്. അപ്പൊ മറ്റ് സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താകും? ഇത് രാഷ്ട്രീയമല്ല, ഇത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള സമരമാണ്, രാഷ്ട്രീയ പോരാട്ടമല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മടങ്ങിയെത്താം. കേണൽ ഡിന്നി, അങ്ങേക്ക് മറുപടി നൽകാം. എസ് സുനിൽകുമാർ പറഞ്ഞു പോയ ഒരു കാര്യം, മറ്റൊരു മണ്ഡലത്തിൽ നിന്നും വോട്ടർമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അത് ഈ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നീട് അവർ തൃശ്ശൂരിൽ തുടരുന്നില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവർ പിന്നെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? ഞാൻ ആ പോയിന്റിലേക്ക് വരാം മാം. അതിന് മുമ്പ് ധാരാളം പോയിന്റ്സ് ഉണ്ടായിട്ടും എനിക്ക് അതിനകത്ത് കുറച്ചൊരു സമയം തരണമെന്ന് റിക്വസ്റ്റ് ആണ്. ഇപ്പം ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ KN രാജണ്ണ കർണാടകയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അത് ഇന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മൂക്കിൽ താഴെ തന്നെയാണ് നമ്മളിത് ചെയ്തതെന്നുള്ളത്. പക്ഷേ എൻ്റെ ചോദ്യം, ജൂൺ 7 2024 കഴിഞ്ഞ വർഷം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ശ്രീ K മുരളീധരൻ, കോൺഗ്രസിന്റെ അവിടുത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് ഞാൻ കോട്ട് ചെയ്യാണ്, ഞാനിപ്പം പറയുന്നത്. അതായത് കോൺഗ്രസ് മെഷീനറി തൃശ്ശൂരിൽ ഒരു രീതിയിലുള്ള പ്രവർത്തനശേഷി ഇല്ലാതെ തരിപ്പണമായി കിടക്കുകയായിരുന്നു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ശ്രീ സുരേഷ് ഗോപിക്ക് വേണ്ടി വന്നു. ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തു. എനിക്ക് വേണ്ടി ആരും വന്നില്ല എന്നാണ് ശ്രീ K മുരളീധരൻ പറഞ്ഞത്. ഇത് നമുക്കറിയാം, ഇത് റെക്കോർഡ്സിലുള്ളതാണ്. ഇനി DCC പ്രസിഡന്റ് ജോസ് വല്ലൂർ അവിടുന്ന് എന്തിനാണ് റിസൈൻ ചെയ്തത്? എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? എന്തായിരുന്നു അവിടുന്ന് അടി നടന്നത്? അതൊക്കെ നമുക്ക് വായിച്ചതല്ലേ. അപ്പം ഒരു നിങ്ങളെ സംഘടനാപരമായിട്ട് നിങ്ങൾക്ക് അവിടെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ തോറ്റ് കഴിയുമ്പം പിന്നീട് നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് ന്യായം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം അത് തന്നെയാണ് ഇപ്പം K രാജണ്ണ പറയുന്നത്. അന്ന് K മുരളീധരൻജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി ശ്രീ അഡ്വക്കേറ്റ് ഷിബു മിരാൻ അദ്ദേഹം കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. അത് ആദിത്യ ശ്രീവാസ്തവ്,
കറക്റ്റാണ്. ആദിത്യ ശ്രീവാസ്തവ് ലക്നൌവിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് അച്ഛനും ഒക്കെ കൂടെ അവിടെ നിൽക്കുക. അദ്ദേഹം അതിനായിട്ട് ബോംബെയിൽ പോയി, അവിടെ ജോലി കിട്ടി. ബോംബെയിൽ നിന്നപ്പോൾ അദ്ദേഹം അച്ഛന് വയ്യാതിരുന്നിട്ട് അദ്ദേഹം അവിടുന്ന് പിന്നീട് ബാംഗ്ലൂരിലേക്ക് മാറി. ഈ 3 സ്ഥലത്തും പോയിട്ടുണ്ടെന്നും അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റു സ്ഥലത്തെങ്കിലും വോട്ട് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ അതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇനി ശകുൻ റാണിയുടെ കാര്യം പറഞ്ഞു. ശകുൻ റാണി പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം വോട്ട് ചെയ്തോളൂ. എൻ്റെ ഒരു സബ്മിഷൻ എന്ന് പറഞ്ഞാൽ, മാം എനിക്കും ഉള്ള അധികാരം, മാമിനുള്ള അധികാരം ശരി, ശ്രീ അഡ്വക്കേറ്റ് ഷിബു ബിരാൻ ആയാലും ശരി, ശകുൻ റാണി ആയാലും ശരി, എല്ലാവർക്കും, ശ്രീ രാഹുൽ ഗാന്ധി ആയാലും ശരി, അവർക്കെല്ലാം ഒരേ അധികാരമാണ്. ശ്രീ രാഹുൽ ഗാന്ധി പറയാണ് എൻ്റെ വാക്കാണ് എൻ്റെ ഓത്ത്. അങ്ങനാണെങ്കിൽ ശ്രീ ശകുൻ റാണിക്ക് എന്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ പറയുന്നതാണ് കറക്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്ഥലത്തെ വോട്ട് ചെയ്തു, അങ്ങനെയാണ് ഒരു തെളിവ് പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് രണ്ടിടത്തും മൂന്നിടത്തൊക്കെ വോട്ട് ചെയ്തു പരിശോധിക്കുക എങ്ങനെയാണ്? തെളിവ് പരിശോധിക്കുന്നെങ്കിൽ അല്ല മാം, അതാണ് ഞാൻ പറയുന്നത്. തെളിവ് പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആ തെളിവ് ഫോർമലി ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല? എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. ആദ്യം മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ കിട്ടിയ കടലാസുകളാണ്. ഡിജിറ്റൽ തെളിവ് ചോദിച്ചു കൊടുത്തില്ല. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൊടുത്ത കടലാസുകളാണെന്നേ. ആ കടലാസിൽ നിന്നും സത്യം തിരഞ്ഞെടുത്തതാണ്. അപ്പൊ കടലാസുകൾ അവിടെ തന്നെയുണ്ട്. നിങ്ങൾ തന്നെ നൽകിയ കടലാസ് പിന്നെ തിരിച്ചങ്ങോട്ട് കൊടുത്ത് ഇതാണ് തെളിവെന്ന് പറയേണ്ട കാര്യം എന്താണ്? അല്ലല്ല, അത് അങ്ങനെ വെറുതെ തരാനല്ലോ പറയുന്നത്. സത്യവാങ്മൂലം തരണമെന്ന് പറയുന്നു. അതല്ലെങ്കിൽ തടവ് ശിക്ഷയാണ് എന്ന ഭീഷണി മുഴക്കുന്നു. അതെന്ത് പ്രതികരണമാണ്? കാരണം ഈ കടലാസുകളിലെ കൃത്രിമം ഒരാൾ 3-4 പ്രാവശ്യം വരുന്നത് തെളിവ് സഹിതമല്ലേ പുറത്തുവിട്ടത്? അത് തെളിവ് തന്നെ ആണെങ്കിൽ അദ്ദേഹത്തിന് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ ചോദിക്കുന്നത് സെക്ഷൻ 20 രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രോൾസ് റൂൾ 1960, ഇത് പണ്ഡിറ്റ് നെഹ്റുവിന്റെ സമയത്ത് വന്നതാണല്ലോ. അതിനകത്ത് സെക്ഷൻ 3B, അതായത് നിങ്ങൾ എവിഡൻസ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷാൽ ബി ഓൺ ആൻ ഓത്ത്, അഡ്മിനിസ്റ്റർ ആൻ ഓത്ത് ഫോർ ദ പർപ്പസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് അതിന് ചെയ്യാൻ മടിയാണ്? ഇത് ഇലക്ഷൻ കമ്മീഷൻ ഡാറ്റ തന്നെയാണ്, ഞാൻ പറയുന്നത് ശരിയാണ് എങ്കിൽ അത് എന്തുകൊണ്ട് അതിന് ഓത്ത് കൊടുത്തുകൂടാ? ഒന്ന്. രണ്ടാമത്, നമ്മൾ നോക്കൂ, നമ്മളെ പാർലമെന്റിലൊക്കെ ഡിബേറ്റ് നടക്കാറുണ്ട്. പാർലമെന്റിൽ ഒരു മെമ്പർ ഒരു കാര്യം റേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർ പറയത്തില്ലേ പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ് എന്ന്? ആ പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ് അല്ല, ഞാൻ ഇത് വെക്കുകയാണ്, ഞാൻ എന്തും പറയും, അല്ലെങ്കിൽ ഞാൻ എന്ത് ഡോക്യുമെന്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, ഐ വിൽ നോട്ട് പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ്. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ അതാണ് പറയുന്നത്, യു പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ്. അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മാം, ഇപ്പൊ നോക്കൂ, ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെന്റ് പാർട്ടീസാണ് ഭരിക്കുന്നത്. ഇപ്പൊ അവർ തോറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇതേപോലെ ആരോപണങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് എവിടെ പോകും? ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും? ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട പണി എടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അഡ്രസ്സിന്റെ സ്ഥാനത്ത് 0 വരികയും അച്ഛന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാലകൾ പല രൂപത്തിൽ എഴുതി വെക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണല്ലോ. ഇതിനൊക്കെയെങ്കിലും ഒരു മറുപടിയെങ്കിലും തരണ്ടേ? ഒരു ശകുൻ റാണിക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ? തെളിഞ്ഞു, ശകുൻ റാണി പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല എന്ന്. ഇതാണോ മറുപടി? അല്ല, അതെ. അപ്പൊ ഞാൻ രാഹുൽ ഗാന്ധി പറയാണ് ഇതാണ് ശരി, അതാണോ മറുപടി? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത്? അത് പരിശോധിക്കാമെന്ന് പറയുകയും പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്താൽ മതി. അതുപോലും ചെയ്തിട്ടില്ല. നിഷേധിക്കുകയാണ്, മുഴുവൻ ആരോപണം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കോടതിയിൽ പോവുകയാണെങ്കിൽ എല്ലാം കോടതിയിലേക്ക് പോകാം എന്നാണെങ്കിൽ ഈ സംവിധാനമൊക്കെ എന്തിനാണ്? അല്ലല്ല, പിന്നെ എന്തിനാണ് ഈ സംവിധാനം? എല്ലാം കോടതിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറയാനാണെങ്കിൽ കോടതി പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. കോടതി പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അത് സൈൻ ചെയ്ത് കൊടുക്കുകയോ ഇല്ലയോ, ഇത് ഞാൻ ഇല്ല കോടതിയിലെ ഡോക്യുമെന്റ് ഞാൻ പക്ഷെ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെയാണോ പ്രൊസീജിയർ? അങ്ങനെയാണോ? അല്ല. ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഒരു ആരോപണം, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രൊസീജിയർ എന്തുകൊണ്ട് ഫോളോ ചെയ്തുകൂടാന്ന് മാത്രമേ ചോദ്യമുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പല പ്രൊസീജിയറെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഇതിൽ വിമർശനം ഉയർന്നത്. അതിനെക്കുറിച്ച് അങ്ങ് പ്രതികരിച്ചില്ല. ഈ പറഞ്ഞ ഒരു പരാതി കൊടുക്കണമെങ്കിൽ EVM-നെ കുറിച്ച് ഒരു പരാതി കൊടുക്കണമെങ്കിൽ 12,000 രൂപ അങ്ങോട്ട് കെട്ടിവെച്ചിട്ട് വേണം എന്ന് പറയുന്നു. എന്നിട്ട് അതിൽ വസ്തുതയില്ല എന്ന വാദം ഉയർത്തി കഴിഞ്ഞാൽ 3 ലക്ഷം അല്ല 3 വർഷം തടവ് കിട്ടും. എനിക്കല്ല EVM-നെ കുറിച്ച് ഇല്ല, ഈ EVM-നെ കുറിച്ച് ഞാൻ പറയാം. EVM-നെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവർ ചാലഞ്ച് ചെയ്തിരുന്നു. ഞങ്ങളെ EVM മെഷീൻ താണ്ടിരിക്കുന്ന ആർക്കും വേണമെങ്കിലും ഒന്ന് ഹാക്ക് ചെയ്താൽ കാണിക്കാം അവർ പറഞ്ഞിരുന്നല്ലോ. ആരെങ്കിലും പോയോ? ഇല്ലല്ലോ. EVM മെഷീൻ നിങ്ങളെ ഹാക്ക് ചെയ്ത് കാണിക്കുന്ന എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ. അവരാരെങ്കിലും പോയോ? ഇവരാരെങ്കിലും പോയിട്ടില്ലല്ലോ. അപ്പം EVM മെഷീനെ ചോദ്യം ചെയ്യുന്നൊക്കെ പറഞ്ഞത് അത് തീർന്നുകൊണ്ടാണ് ഇപ്പൊ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ക്ലിയർ ആണ്. ആ പുതിയ കാര്യങ്ങളിൽ മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ഷിബു ബിരാൻ, അവസാനമായി എന്താണ് കേണൽ ഡിന്നിക്ക് നൽകാനുള്ള മറുപടി? വളരെ ചുരുക്കി.
ഒന്നുമില്ല. പിന്നെ സ്മൃതി, ഈ ആദിത്യ ശ്രീവാസ്തവ ആദ്യം UP താമസിച്ചു, പിന്നെ മഹാരാഷ്ട്ര താമസിച്ചു, പിന്നെ ബാംഗ്ലൂർക്ക് വന്നു. UP ഇലക്ഷൻ കമ്മീഷൻ ഈ ആരോപണം കേട്ടിട്ട് ആദിത്യ ശ്രീവാസ്തവയുടെ അഡ്രസ്സ് പുറത്തു വിടുമ്പോൾ അവിടെ അവരുടെ പിതാവിന്റെ പേര് SP ശ്രീവാസ്തവ എന്നാണ്. എന്നാൽ ബാംഗ്ലൂരിൽ ഈ മഹാദേവ കോൺസ്റ്റിറ്റ്യുവൻസിലൊക്കെ അവർ വരുമ്പോൾ പിതാവിന്റെ സ്ഥാനത്ത് ഋതിക ശ്രീവാസ്തവ എന്നാണ്. ഞാൻ കൂടുതലൊന്നും ആള് മാറി താമസിച്ചോട്ടെ, അതിലൂടെ അച്ഛൻ്റെ അമ്മയുടെ പേരും കൂടി മാറുകയാണോ? അങ്ങനെയാണ് പിന്നെ മറുപടി ഒന്നും പറയാനില്ല. ഈ ചോദ്യങ്ങൾക്കൊക്കെ മാന്യമായ ഈ ന്യായമായ സംശയങ്ങളെ ഇമ്മട്ടിൽ പരിഹസിക്കുന്ന തന്നെ ഇവർ കള്ളക്കളി നടത്തിയിട്ടുണ്ട് എന്ന കാര്യം പകൽ പോലെ ഇപ്പൊ നമുക്ക് വ്യക്തമാണ്. ഇതിപ്പോ ഒരു ആദിത്യ ശ്രീവാസ്തവയുടെ കാര്യമില്ല, ശകുൻ റാണി 3 ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞ 2 ആണെങ്കിൽ നാട്ടുകാരൊന്ന് ഇറങ്ങി തിരിച്ചപ്പോ 3ാമതൊന്നുകൂടി ഇപ്പോ കണ്ടെത്തിയിരിക്കുന്നു. ഒറ്റമുറി വീട്ടിൽ 80 ആള് വോട്ട് ചേർത്തല്ലോ. ആ വീടിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് മലയാളം അറിയാവുന്ന റിപ്പോർട്ടറിന്റെ ചാനല്, ഈ രാജ്യത്തെ ജനങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർമാര് പറഞ്ഞില്ല, അവിടെ ഒരു ബാംഗ്ലൂരുകാരൻ ഫുഡ് ഡെലിവറി ബോയാണ് താമസിക്കുന്നത്. അവിടെ 80 പേർക്ക് പോയിട്ട് 8 ആൾക്ക് താമസിക്കാൻ നിവൃത്തിയില്ല. ആ വോട്ട് ചെയ്ത് 80 പേർ ഏത് ആൾക്കാരാണ്? അവരാകെ വാനലോകത്തുനിന്ന് വന്നിറങ്ങി വോട്ട് ചെയ്തിട്ട് തിരിച്ച് വാനലോകത്തേക്ക് കയറി പോകുന്നവരാണോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചാൽ ആ 80 പേരെ കുറിച്ച്, ഈ പറയുന്ന ആദിത്യ ശ്രീവാസ്തവയെ കുറിച്ച് കൃത്യമായ മറുപടി പറയാതെ മട്ടിൽ പറഞ്ഞ ജനം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി തരേണ്ടതുണ്ട് എന്ന ആവശ്യം തന്നെയാണ് ശക്തമായി വരുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് PS സുനിൽകുമാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, കേണൽ S ഡിന്നി, ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.